Students, today we are going to study a new drug, that is natrum muriaticum. Natrum muriaticum is one of the main polycrust in our Materia Medica, and it is proved by our master himself, that is Hahnemann. And next, coming to the keynotes of natrum muriaticum. Natrum muriaticum constitution. Natrum muriaticum is better adapted for a ഫീമെയിൽ. ഇപ്പോൾ ഒരു ഫീമെയിൽ റെമഡി എന്ന് വേണമെങ്കിൽ പറയാം. നാട്രം മ്യൂറിൻ മെയിൽസിലും ഉണ്ട്, പക്ഷെ ഒരു ഫീമെയിൽ പ്രിഡോമിനൻസ് കാണിക്കുന്ന സിംറ്റംസ് ആണ് എപ്പോഴും നാട്രം മ്യൂറിൽ കാണിക്കുന്നത്. നാട്രം മ്യൂറിൻ്റെ ഒരു പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു അനീമിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. അപ്പോൾ അനീമിക് സ്കൂൾ ഗേൾസ് അല്ലെങ്കിൽ അനീമിക് ആയിട്ടുള്ള ലേഡീസ്, ലോസ് ഓഫ് ഫ്ലൂയിഡ്സ് ഒക്കെ ഉണ്ടാവും, ലോസ് ഓഫ് വൈറ്റൽ ഫ്ലൂയിഡ് അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ മാനിലാണെങ്കിൽ ലോസ് ഓഫ് സെമിനൽ ഫ്ലൂയിഡ്, അങ്ങനെ ഒരു ഫ്ലൂയിഡ് ലോസ് നമ്മൾ ചൈനയിലൊക്കെ പഠിക്കും. ഹിസ്റ്ററി ഓഫ് ലോസ് ഓഫ് ഫ്ലൂയിഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രീവിയസ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചൈനയെ കുറിച്ച് ചിന്തിക്കുന്നവർ. അതേപോലെ തന്നെ ഒരു ലോസ് ഓഫ് ഫ്ലൂയിഡിൻ്റെ ഹിസ്റ്ററി ഉള്ള ഒരു മെഡിസിനാണ് നാട്രം മ്യൂർ. സോ നാട്രം മ്യൂർ ഈസ് സ്യൂട്ടഡ് ഫോർ ദ അനീമിക് ആൻഡ് കാക്കറ്റിക് പേഴ്സൺ, വെദർ ഫ്രം ലോസ് ഓഫ് വൈറ്റൽ ഫ്ലൂയിഡ്, അതായത് പ്രൊഫ്യൂസ് മെൻസസ്, സെമിനൽ ലോസ് ഓർ ഫ്രം മെൻ്റൽ അഫെക്ഷൻസ്. നാട്രം മ്യൂർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ലോസ് ഓഫ് വൈറ്റൽ ഫ്ലൂയിഡ് കൊണ്ടാകാം. അതല്ലെങ്കിൽ അവരെടുക്കുന്നത് അതുപോലെ തന്നെ അവരുടെ വൈറ്റൽ ഫോഴ്സ് ഡിപ്രസ്ഡ് ആവുന്ന വേറൊരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മെൻ്റൽ ഡിപ്രഷൻസ്, ലൈക്ക് എന്തെങ്കിലും മെൻ്റൽ ഷോക്ക്, മെൻ്റൽ ട്രോമ, അങ്ങനെ എന്തെങ്കിലും ഡീപ്പായിട്ടുള്ള ഒരു ട്രോമയിലൂടെ കടന്നു പോയിട്ടുള്ള ആൾക്കാരായിരിക്കും നാട്രം മ്യൂറിയാറ്റിക്കം. സോ നാട്രം മ്യൂർ ഈസ് അഡാപ്റ്റഡ് ഫോർ അനീമിക് ആൻഡ് കാക്കറ്റിക്. അപ്പോൾ ആ നാട്രം മ്യൂർ പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? നാട്രം മ്യൂർ പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഒരു അനീമിക് അല്ലെങ്കിൽ ഒരു കാക്കറ്റിക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മാലിഗ്നൻസി ഒക്കെ വന്ന് മെലിഞ്ഞ് നിൽക്കുന്ന ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ് കാക്കക്സിയ എന്ന് പറയും. ഇപ്പോൾ മാലിഗ്നൻറ്റ് കാക്കക്സിയ എന്ന് പറയും. അതേപോലെ മെലിഞ്ഞ് ഉണങ്ങി നിൽക്കുന്ന ആ ഒരു കണ്ടീഷനാണ് നമ്മൾ കാക്കക്സിയ എന്ന് പറയും. അതേപോലെ വേറൊരു നാട്രം മ്യൂറിൻ്റെ വരുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? തൈറോയിഡിസം. അപ്പോൾ ഹൈപ്പർ തൈറോയിഡിസത്തിൽ കാണാറുണ്ട് ആൾക്കാർ മെലിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മെലിഞ്ഞ ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ് നാട്രം മ്യൂറിന് സ്വതവേ പറഞ്ഞിരിക്കുന്നത്. നാട്രം മ്യൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിക്കലി എന്താണ്? കോമൺ സാൾട്ടാണ്. അപ്പോൾ നമ്മുടെ കോമൺ ലിവിങ്ങിൽ യൂസ് ചെയ്യുന്ന ഒരു സോൾട്ടാണ് ഇത് സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ അതിന് ആ ഫോമിലുള്ള ആക്ഷൻ അല്ല നമുക്കിവിടെ കിട്ടുന്നത്. നമ്മളത് ഡൈനമൈസ് ചെയ്ത് എടുക്കുന്നതിന് ഒരു വൈഡ് സ്പെക്ട്രം ഓഫ് ആക്ഷൻ നമുക്കിവിടെ ഈ ഡൈനമൈസേഷൻ ത്രൂ നമുക്ക് കിട്ടുകയാണ്. അപ്പോൾ അതിന് ആ സിംറ്റംസാണ് നമ്മൾ കാണിക്കുന്നത്. സോ അതിൻ്റെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെറ്റർ അഡാപ്റ്റഡ് ടു ഫീമെയിൽ ക്യാരക്ടേഴ്സിനാണ് കൂടുതലും നാട്രം മ്യൂർ പറയുന്നത്. പിന്നെ അതിൻ്റെ ഹിസ്റ്ററിയാണ്, അതിൻ്റെ എയിൽമെൻറ്റ്സ് എന്ന് പറയുന്നത് ഒന്ന് ലോസ് ഓഫ് വൈറ്റൽ ഫ്ലൂയിഡ് ആവാം, അതല്ലെങ്കിൽ എന്തെങ്കിലും മെൻ്റൽ അഫെക്ഷൻസ്, എന്തെങ്കിലും മെൻ്റൽ ട്രോമാസ്, അല്ലെങ്കിൽ ലോസ് ഓഫ് ലവ്, അങ്ങനെ എന്തെങ്കിലും ഒരു കോസ് ഉണ്ടാവും നാട്രം മ്യൂറിന് എപ്പോഴും. അല്ലെങ്കിൽ ഒരു റിസർവ്ഡ് ഡിസ്പ്ലഷർ, നമ്മൾ ഈ സ്റ്റാഫിസാഗ്രിയിലൊക്കെ കാണുന്ന പോലെ എന്തെങ്കിലും സപ്രഷൻസ്, മെൻ്റലായിട്ടുള്ള സപ്രഷൻസ് ഉള്ള ആൾക്കാരായിരിക്കും. ഗ്രീഫ്, വെക്സേഷൻ, ഇതൊക്കെ നമ്മൾ മെൻ്റൽ റൂബ്രിക്സ് കാണുന്നതാണ്. ഇതൊക്കെ കവർ ചെയ്യുന്ന ഒരു മെഡിസിനാണ് നാട്രം മ്യൂർ. നാട്രം മ്യൂർ കോമൺ ആയിട്ട് ഒരു ക്രോണിക് അഫെക്ഷനിൽ കൊടുക്കുന്ന ഒരു മെഡിസിനാണ്. അക്യൂട്ടായിട്ട് നമ്മൾ നാട്രം മ്യൂറിൻ്റെ അക്യൂട്ടായിട്ട് പറയുന്ന മെഡിസിൻ എപ്പോഴും ഇഗ്നേഷ്യയാണ്. അപ്പോൾ ഇഗ്നേഷ്യ നാട്രം മ്യൂർ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള മെഡിസിൻസാണ്. സോ നാട്രം മ്യൂറിൻ്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേറ്റ് ഇമാസിയേഷൻ. നാട്രം മ്യൂറിൻ്റെ ഇമാസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമാസിയേഷൻ എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഫുഡ് കഴിച്ചു കഴിഞ്ഞാലും അവർ ഈറ്റിംഗ് വെൽ ആൻഡ് ലൂസിങ് ഫ്ലഷ് എന്നാണ്. അതായത് നന്നായി കഴിച്ചാലും ഫ്ലഷ് ഉണ്ടാവില്ല, അത് മെയിൻലി സ്കിന്നി ആയിട്ടുള്ള പീപ്പിളായിരിക്കും. അപ്പോൾ അത് ഈ മരാസ്മസ് പോലത്തെ കണ്ടീഷൻസിൽ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അവരിൽ അങ്ങനത്തെ കുറേ ഡ്രഗ്സ് ഉണ്ട്, നമ്മുടെ മരാസ്മസിലുള്ള ഡ്രഗ്സുകൾ. അതിന് എക്സാമ്പിൾസ് അങ്ങനത്തെ ഡ്രഗ്സിനെല്ലാം തന്നെ ഈ സിംറ്റം ഉണ്ട്. ഏതാണ് സിംറ്റം? ലൂസിങ് ഫ്ലഷ് വൈൽ ഈറ്റിംഗ് വെൽ. ഇത് കുറേ മെഡിസിൻസ് ഉണ്ട്, അപ്പോൾ അതൊരു ഗ്രൂപ്പായിട്ട് തന്നെ പഠിക്കാം. എന്താ സിംറ്റം ഇമ്പോർട്ടൻ്റ് ആണ്. ലൂസിങ് ഫ്ലഷ് വൈൽ ഈറ്റിംഗ് വെൽ. നല്ല ഫുഡ് കഴിച്ചാലും അവരങ്ങോട്ട് അത് അവരുടെ ബോഡി എടുക്കുന്നില്ല, അങ്ങനത്തെ കണ്ടീഷൻസ്. പക്ഷേ ബോഡി അസിമിലേറ്റ് ചെയ്യാത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് അത് സൈലീഷ്യയാണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൂസിങ് ഫ്ലഷ് വൈൽ ഈറ്റിംഗ് വെൽ, അതാണ് അതിൻ്റെ സിംറ്റം. ലൂസിങ് ഫ്ലഷ് വൈൽ ലിവിങ് വെൽ എന്നും പറയും. അപ്പോൾ അതിനകത്ത് വരുന്ന വേറെ മെഡിസിൻസ് അബ്രോട്ടാനം, അയഡം, നാട്രം മ്യൂർ, സാനിക്കുല, അതേപോലെ ട്യൂബർക്കുലം, അങ്ങനെ കുറേ മെഡിസിൻസ് ഉണ്ട്. ആ ഗ്രൂപ്പ് ഓഫ് മെഡിസിൻ നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ ഇത് നമ്മൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നത് ഓരോന്നിൻ്റെ സൈറ്റ് അനുസരിച്ചിട്ടാണ്. അപ്പോൾ നാട്രം മ്യൂറിന് ഇമാസിയേഷൻ ഉണ്ട്. വിച്ച് പാർട്ട് ഈസ് ഇമാസിയേറ്റഡ്? നാട്രം മ്യൂറിൻ്റെ ഇമാസിയേഷൻ ഈസ് മോസ്റ്റ് മാർക്ക്ഡ് ഇൻ ദ നെക്ക് പോർഷൻ. നെക്ക് ഇങ്ങനെ ഇമാസിയേറ്റഡ് ആയിട്ട്, ഇപ്പോൾ ഒരു ക്യാരക്ടർ ഉണ്ട് ഇന്ദ്രൻസ്, കണ്ടോ? ഈ നെക്ക് പോർഷൻ ഇങ്ങനെ ഇമാസിയേറ്റഡ്. ഒരു എക്സാമ്പിൾ കാണിച്ചതേ ഉള്ളൂ. നെക്ക് പോർഷൻ
ഇമാസിയേറ്റഡ് ആയിരിക്കും. അതാണ് നാട്രമൂറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്. പക്ഷേ അബ്രോട്ടാൻ എടുക്കുമ്പോഴോ അവരുടെ ലോവർ ലിംസ് ആയിരിക്കും ഇമാസിയേഷൻ. ഈ ലൈക്കോപോഡിയ എടുക്കുകയാണെങ്കിലോ ലൈക്കോപോഡിയത്തിൻ്റെ അപ്പർ പാർട്ട് ഈസ് ഇമാസിയേറ്റഡ് ആൻഡ് ലോവർ പാർട്ട് ഈസ് സെമി ഡ്രോപ്സിക്കൽ. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വേറെ മെഡിസിൻ ഉണ്ട്, അമോണിയം മ്യൂറേറ്റിക്, ലെമണോൺ സ്റ്റിക്ക് അപ്പിയറൻസ്. അപ്പോൾ ഓരോ മെഡിസിനും അതിൻ്റെ അപ്പിയറൻസ്. അപ്പോൾ നാട്രമൂർ പേഷ്യൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അനീമിക് അക്കറ്റിക് പേഴ്സൺ ആയിരിക്കും. പിന്നെ അയാളുടെ ഈ ഇമാസിയേറ്റഡ് ആയിരിക്കും അയാൾ. ആൻഡ് ദിസ് ഇമാസിയേഷൻ ഈസ് മോസ്റ്റ് മാർക്ക്ഡ് ഇൻ ദ നെക്ക് പോർഷൻ. അതാണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്. ദ ത്രോട്ട് ആൻഡ് നെക്ക് ഓഫ് ദ ചൈൽഡ് ഇമാസിയേറ്റ് റാപ്പിഡ്ലി ഡ്യൂറിങ് സമ്മർ കംപ്ലയിൻറ്റ്. അപ്പോൾ വെച്ചാൽ സാനിക്കുലയിൽ വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ മെയിൻ സിംറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ത്രോട്ടിൻ നെക്ക് പോർഷനിലാണ് ഇമാസിയേഷൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇതിലാണ് ഒരു നമ്മളതിൻ്റെ കോസേഷൻ പറഞ്ഞു. ഫസ്റ്റ് കോസേഷൻ അതിൻ്റെ എയിൽമെൻറ്റ്സ് അല്ലെങ്കിൽ കോസേഷൻ പറയുന്നത് എന്തായിരുന്നു, ഒന്നെങ്കിൽ ലോസ് ഓഫ് വൈറ്റൽ ഫ്ലൂയിഡ് ഫിസിക്കൽ സ്പിയറിൽ, മെൻ്റൽ സ്പിയറിൽ. നെക്സ്റ്റ് സിംറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്രമൂറിൻ്റെ സിംറ്റം നമ്മൾ പറഞ്ഞു. അതിൻ്റെ എയിൽമെൻറ്റ്സ്, ഫിസിക്കൽ എയിൽമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോസ് ഓഫ് ഫ്ലൂയിഡാണ്. മെൻ്റൽ ഷോക്സ്, അതല്ലെങ്കിൽ മെൻ്റൽ അഫെക്ഷൻസ് എന്തെങ്കിലും കൊണ്ടും ഇവരിൽ ഈ കാക്കക്സിയും അനീമിയൊക്കെ ഡെവലപ്പ് ചെയ്യാം. പിന്നെ ഒരു കോസേഷനായിട്ട് നമ്മൾ അവരിൽ പറഞ്ഞത് അവരുടെ ഇമാസിയേഷൻസ് പറഞ്ഞു. ഇമാസിയേഷൻ ഈസ് മോസ്റ്റ് മാർക്ക്ഡ് അറൗണ്ട് ദ നെക്ക് പോർഷൻ. അപ്പോൾ പിന്നെ വേറെ എണ്ണം എന്ന് പറഞ്ഞാൽ ഈറ്റിംഗ് വെല്ലാണ്, പക്ഷേ അവർക്ക് ഫ്ലഷ് ലൂസ് ചെയ്തുകൊണ്ട് ആ ഒരു സിംറ്റം, ലൂസിങ് ഫ്ലഷ് വൈൽ ഈറ്റിംഗ് വെൽ. വേറെ മെഡിസിൻസ് ഉണ്ട്, അബ്രോട്ടാനം, അയഡം, ട്യൂബർക്കുലിനം, സണ്ണിക്കുല, എക്സെട്ര. ദെൻ ഇറിറ്റബിലിറ്റി. നാട്രമൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇറിറ്റബിൾ ആയിട്ടുള്ളൊരു മെഡിസിനാണ്. മെൻ്റൽ ഇറിറ്റബിലിറ്റിയാണ് മാർക്ക്ഡ് ആയിട്ടിരിക്കുന്നത്. പിന്നെ എന്താണ്, ഒരു വീപ്പിംഗ് ഡിസ്പോഷനുള്ള ഡ്രഗും കൂടിയാണ്. നാട്രമൂർ, സെപ്പിയ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ഡ്രഗ്സാണ്. അതുപോലെ തന്നെ നാട്രമൂറും സെപ്പിയും കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള. അപ്പോൾ നാട്രമൂറിൻ്റെ കോംപ്ലിമെൻ്ററി പഠിച്ചിരിക്കണം. നാട്രമൂറും ഇഗ്നീഷ്യയുടെ കോംപ്ലിമെൻ്ററിയാണ് നാട്രമൂറിൻ്റെ കോംപ്ലിമെൻ്ററിയാണ് സെപ്പിയ. അപ്പോൾ അത് ഒരു ഇങ്ങനെ തന്നെ നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ്. അപ്പോൾ ഇറിറ്റബിലിറ്റിയാണ് അടുത്ത സിംറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീപ്പിംഗ് ഡിസ്പോസിഷൻ. എപ്പോഴും ഇങ്ങനെ ഒരു വീപ്പിംഗ് ഡിസ്പോസിഷനാണ്. പക്ഷേ അപ്പോൾ ഈ വീപ്പിംഗ് ഡിസ്പോസിഷനിലെ വേറൊരു മെഡിസിൻ നിങ്ങളുടെ മൈൻഡിലേക്ക് വരും, അതാണ് പൾസാറ്റില. അപ്പോൾ നാട്രമൂർ ക്യാൻ ബി ഡിസ്ക്രിമിനേറ്റഡ് ഫ്രം പൾസാറ്റില. അതിന് ഒരു സിംഗിൾ സിംറ്റം ഉള്ളത് എന്താണ്, കൺസലേഷൻ അമലറേഷൻ എന്ന് പറയുന്നതാണ് പൾസാറ്റില ഇങ്ങനെ സിമ്പത്തി ഇങ്ങനെ സീക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആരെങ്കിലും കൺസോൾ ചെയ്യുമ്പോഴത്തേനും ആ ഒരു ബെറ്റർ ആവും. പക്ഷേ ഈ നാട്രമൂർ പേഷ്യൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയലൻ്റ് ആയിട്ടിരിക്കും അതിനോട് റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ കൺസലേഷൻ അഗ്രവേഷനാണ് നാട്രമൂറും, പക്ഷേ കൺസലേഷൻ അമലറേഷനാണ് പൾസാറ്റില. രണ്ട് മെഡിസിൻസിനും വീപ്പിംഗ് ഡിസ്പോസിഷനാണ്. പിന്നെ ഇതിൽ ചൈൽഡ് ആണെങ്കിൽ തന്നെ എന്താണ്, ചൈൽഡ് ക്രോസ് വെൻ സ്പോക്കൺ ടു ആൻഡ് ക്രൈയിങ് ഫ്രം സ്ലൈറ്റസ്റ്റ് കോസ് ആൻഡ് ഗെറ്റ്സ് ഇൻ ടു എ പാഷൻ അബൌട്ട് ട്രിഫിൾസ്. ചെറിയ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ തന്നെ വലിയ കാര്യമായിട്ട് എടുക്കുന്ന ആൾക്കാരായിരിക്കും, വലിയ പ്രശ്നങ്ങളായിരിക്കും അവർക്ക്. അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കും. സോ അതിൻ്റെ സിംറ്റമാണ് ഗെറ്റിംഗ് ടു പാഷൻ അബൌട്ട് ട്രിഫിൾസ് ആൻഡ് എസ്പെഷ്യലി വെൻ കൺസോൾഡ് വിത്ത്. അതായത് കൺസോലേഷൻ അഗ്രവേഷൻ, അത് സാരല്ല വിട്ടുകളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയും പോലെ വിട്ട് കളയില്ല. അങ്ങനെയാണ് നമ്മുടെ നാട്രമൂർ പേഷ്യൻറ്റ്. സോ ക്രൈയിങ് ഫ്രം സ്ലൈറ്റസ്റ്റ് കോസ്, ഗെറ്റിംഗ് ടു പാഷൻ അബൌട്ട് ട്രിഫിൾസ് എസ്പെഷ്യലി വെൻ കൺസോൾഡ് വിത്ത്. അപ്പോൾ വീപ്പിംഗ് ടെൻഡൻസി ഉണ്ട്. പക്ഷേ എന്താണ്, കൺസോലേഷൻ അമലറേഷൻ ഈസ് പൾസാറ്റില. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്രമൂറിൻ്റെ മൈൻഡിൽ വേറെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കീനോട്ട് സിംറ്റംസ് മാത്രമേ പറയുന്നുള്ളൂ, ബാക്കി പേഴ്സണാലിറ്റി പിന്നെ എടുക്കാം. സോ നെക്സ്റ്റ് ഇവർ നാട്രമൂറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്കാണ് പറയുന്നത്. അത് ഡ്രീംസ്. നാട്രമൂറിന് കുറേ ഡ്രീംസ് ഉണ്ട്, എസ്പെഷ്യലി എന്താണ്, ഡ്രീംസ് ഓഫ് റോബേഴ്സ്. അപ്പോൾ നൈറ്റിൽ കിടക്കുമ്പോൾ ബെഡിൽ കോട്ടിൻ്റെ അടിയിൽ ആരോ ഉണ്ടോ നോക്കി ചെക്ക് ചെയ്ത് ആ കോൺട്രറി അതല്ലാന്ന് പ്രൂവ് ചെയ്താൽ മാത്രമേ ഇവർക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ഇവർക്ക്. സോ ദ ഡ്രീംസ് ഓഫ് റോബേഴ്സ് ഇൻ ദ ഹൗസ് ആൻഡ് ഓൺ വേക്കിംഗ് വിൽ നോട്ട് ബിലീവ് ടു ദ കോൺട്രറി അണ്ടിൽ സെർച്ച് ഈസ് മെയ്ഡ്. ഇതേ മെഡിസിനാണ് സോറിനം. നാട്രമൂറിനും ഉണ്ട്, സോറിനത്തിനും ഉണ്ട് ഈ സിംറ്റം. അപ്പോൾ എല്ലാവരും ഓർക്കുന്ന മെഡിസിൻ നാട്രമൂർ മാത്രമാണ്. പക്ഷേ നാട്രമൂറിനെ പോലെ തന്നെയുള്ള മെഡിസിനാണ്, ഈ സിംറ്റം ഉള്ള മെഡിസിനാണ് സോറിനം. സോ ദ ഡ്രീംസ് ഓഫ് റോബേഴ്സ് ഇൻ ദ ഹൗസ് ആൻഡ് ഓൺ വേക്കിംഗ് വിൽ നോട്ട് ബിലീവ് ടു ദ കോൺട്രറി അണ്ടിൽ സെർച്ച് ഈസ് മെയ്ഡ് ഓഫ്. പിന്നെന്താണ്, ഡ്രീംസ് ഉണ്ട്, ഡ്രീംസ് ഓഫ് ബേണിംഗ് തേസ്റ്റ് ആണ് കേട്ടോ. ഡ്രീംസ് ഓഫ് ബേണിംഗ് തേസ്റ്റ് ആണ്. പിന്നെ അതേപോലെ ഡ്രീംസ് ഓഫ് റോബേഴ്സ്. പിന്നെ ഇവർക്ക് സ്ലീപ്ലെസ്നെസ് ഉണ്ട്. കാരണം എന്താണ്, ആഫ്റ്റർ നോയിങ് ഗ്രീഫ്. അതായത് ഞാൻ പറഞ്ഞു എന്തെങ്കിലും ലവ് ഫെയിലിയർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും ഈ നാട്രമൂർ. എന്തെങ്കിലും മെൻ്റൽ അഫെക്ഷൻസ് ഉണ്ടാവും അവരിൽ. അപ്പോൾ അവർക്ക് എന്തായിരിക്കും സിംറ്റം ഉണ്ടാവും, അവർക്ക് കറക്റ്റായിട്ടുള്ള ഒരു സ്ലീപ്പ് ഉണ്ടാവില്ല, ഒരു സ്ലീപ്ലെസ്നെസ് ആണ്. ടോർമെൻറ്റിങ് സ്ലീപ്ലെസ്നെസ് ആഫ്റ്റർ നോയിങ് ഗ്രീഫാണ്. ഇത്രയും സിവിയർ ആയിട്ടുള്ള എന്തോ ഗ്രീഫിന് ശേഷം ചിലപ്പോൾ അച്ഛൻ മരിക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു ഡെത്തോ, ഡിയർ വണ്ണിൻ്റെ ഡെത്തോ ലോസോ അല്ലെങ്കിൽ ലവിലുണ്ടാവുന്ന അഫെക്ഷൻസിലുണ്ടാവുന്ന എന്തെങ്കിലും ഇതുകൊണ്ടൊക്കെ ഉണ്ടാവുന്നതാണ് ഇവർക്ക് ഈ സ്ലീപ്ലെസ്നെസ്.
പിന്നെ ഓക്വേർഡ്. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ മനസ്സിൽ നിറയെ ഒരു ഗ്രീഫും സപ്രഷൻസും കുറേ റിസർവ് ഡിസ്പ്ലഷേഴ്സൊക്കെ. അപ്പോൾ അവർക്ക് നമ്മൾക്ക് തന്നെ ഒരു ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ, മനസ്സിൽ അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്കൊരിക്കലും പ്രസൻറ്റിൽ ബിഹേവ് ചെയ്യാൻ പറ്റില്ല. നമ്മളെപ്പോഴും ഒരു ആബ്സെൻറ്റ് മൈൻഡ് ആയി പോകും. അതുകൊണ്ട് തന്നെ നാറ്റർമൂർ ലേഡീസ് ഒരു ആബ്സെൻറ്റ് മൈൻഡഡ് ആയിട്ടുള്ള കാണിക്കുക. അതുകൊണ്ട് തന്നെ അവർ കാണിക്കുക, അവർ പറഞ്ഞ സിംറ്റം തന്നെ ഓക്വേർഡ് എന്നാണ്. ഓക്വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവർ ഈ പ്രസൻറ്റിൽ പ്രസൻസ് ഓഫ് മൈൻഡ് ഇല്ല, ഓക്വേർഡ് ആയിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഓക്വേർഡ്. സോ എന്താണ്, ഹേസ്റ്റി ആയിട്ടുള്ള ആൾക്കാർക്ക് അവർ എപ്പോഴും മറ്റു കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഓക്വേർഡ്, ഹേസ്റ്റി ആൻഡ് ഡ്രോപ്സ് തിങ്സ് ഫ്രം നെർവസ് വീക്ക്നെസ്നെസ്. അപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട് ഡ്രോപ്സ് തിങ്സ് ഫ്രം നെർവസ് വീക്ക്നെസ്. അതേപോലെ ഡ്രോപ്സ് തിങ്സ് വൈൽ ഹാൻഡ്ലിംഗ് ഉള്ള വേറെ മെഡിസിനാണ് എപ്പിസ് ബോവിസ്റ്റ. 3 മെഡിസിൻസ് ഉണ്ട്. ഇവിടെ നെർവസ് വീക്ക്നെസ് കൊണ്ട് വരുന്നതാണ് നാറ്റർമൂർ. അപ്പോൾ എന്താണ്, ഡ്രോപ്പിംഗ് തിങ്സ് വൈൽ ഹാൻഡ്ലിംഗ് ഉള്ള മെഡിസിൻസ് എപ്പിസ്, നാറ്റർമൂർ ആൻഡ് ബോവിസ്റ്റ. അപ്പോൾ നിങ്ങൾ ഈ സിംറ്റം പറഞ്ഞു എപ്പിസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എപ്പിസിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്താണ് എപ്പിസിൻ്റെ കോംപ്ലിമെൻ്ററി എന്താണ്, ഈസ് അഗെയിൻ നാറ്റർമൂർ. അപ്പോൾ ഓർക്കുക. അപ്പോൾ ഡ്രോപ്പിംഗ് തിങ്സ് വൈൽ ഹാൻഡ്ലിംഗ് എപ്പിസ്, നാറ്റർമൂർ ആൻഡ് ബോവിസ്റ്റ. എപ്പിസിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. എപ്പിസിൻ്റെയും കോംപ്ലിമെൻ്ററി ആണ് നാറ്റർമൂർ. ദെൻ മാർക്ക്ഡ് ഡിസ്പൊസിഷൻ ടു വീപ്പ്, സാഡ് വീപ്പ് മൂഡ് വിത്തൗട്ട് കോസ്. വീപ്പിംഗ് വിത്തൗട്ട് കോസ് ആണ് പൾസാറ്റില, നാറ്റർമൂർ, സെപ്പിയ. അത് 3 ഒന്നെയാണ്. പക്ഷേ അമിലറേഷൻ ബൈ കൺസലേഷൻ വരുന്നത് പൾസാറ്റില മാത്രമല്ല, 2 മറ്റേ സെപ്പിയയ്ക്കാണെങ്കിലും നാറ്റർമൂറിനാണെങ്കിലും അഗ്രവേഷനാണ്. പക്ഷേ സെപ്പിയയുടെ സിംറ്റം എന്ന് പറഞ്ഞാൽ ഇൻഡിഫറൻസ് ആയിരിക്കും കൂടുതൽ കാണിക്കുന്നത്. പിന്നെ നാറ്റർമൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ബ്രൂഡിങ് ടൈപ്പ് ആയിരിക്കും. ആ ഒരു ഇതിലിങ്ങനെ അബ്സോർബ് ചെയ്ത് ഇങ്ങനെ അതിന് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും. ആ നെഗറ്റീവായിട്ട് എന്താണ് ഇൻസിഡൻറ്റ് ഉണ്ടായി, ഇപ്പോൾ ഒരു SLC ഇപ്പോൾ ഫെയിലായി, അങ്ങനെ ആ കുട്ടി അതന്നെ ഇങ്ങനെ ടോർമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ബ്രൂഡിങ് ആണ് ആ നേച്ചറിന് പറയുക, ബ്രൂഡിങ്. അങ്ങനെ ബ്രൂഡിങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് നാറ്റർമൂർ. ഇൻഡിഫറൻ്റ് ആയിരിക്കും സെപ്പിയ. പൾസാറ്റില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീപ്പിംഗ് ആയിട്ടുള്ള നേച്ചർ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ അവർ എപ്പോഴും സിമ്പത്തി സീക്കേഴ്സ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ കൺസലേഷൻ അവർക്ക് അമിലറേഷനാണ്. ബട്ട് കൺസലേഷൻ ഫ്രം അതേഴ്സ് അഗ്രവേറ്റ്സ് ഹെർ ട്രബിൾസ്. പിന്നെ അടുത്ത നാറ്റർമൂറിൻ്റെ ക്യാരക്ടറിസ്റ്റിക് നമ്മൾ മൈൻഡ് കഴിഞ്ഞാൽ അതിൻ്റെ ഹെഡിൽ ഓർക്കാം. ഹെഡ് ഏക്കിൻ്റെ ഒരു 3 മാർക്ക് ഒരു ക്ലാസ് റെമഡിയാണ് നാറ്റർമൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എസ്പെഷ്യലി ഈ മൈഗ്രെയിൻ പോലത്തെ ഹെഡ് ഏക്കിൻ്റെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നാറ്റർമൂറിന് നമ്മൾ അതിൻ്റെ എന്ത് പഠിക്കണം, അതിൻ്റെ ഒരു സെൻസേഷൻ ഉണ്ട്. സെൻസേഷൻ ആസ് ടു 1000 ലിറ്റിൽ ഹാമേഴ്സ് വർ നോക്കിംഗ് ഇൻ ദ ബ്രെയിൻ, എസ്പെഷ്യലി ഡ്യൂറിങ് ഫീവർ, അമിലറേഷൻ ബൈ പെർസ്പിറേഷൻ. അമിലറേഷൻ ബൈ പെർസ്പിറേഷൻ എന്ന് പറയുന്നത് നാറ്റർമൂറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്കാണ്. അമിലറേഷൻ ബൈ പെർസ്പിറേഷൻ ഉള്ള വേറെ മെഡിസിൻ ഉണ്ട്, സോറിനത്തിന് എല്ലാ കംപ്ലയിൻസും അമിലറേഷൻ ബൈ പെർസ്പിറേഷനാണ്. പക്ഷേ അഗ്രവേഷൻ ഫ്രം പെർസ്പിറേഷനാണ് മെർക്കുറി, ഹെപ്പാർ, ഇതൊക്കെ. അപ്പോൾ അമിലറേഷൻ ബൈ പെർസ്പിറേഷൻ, നാറ്റർമൂർ, സോറിനം, എല്ലാ കംപ്ലയിൻസും അമിലറേഷൻ ബൈ പെർസ്പിറേഷൻ. അപ്പോൾ നാറ്റർമൂറിനെ സംബന്ധിച്ച് ഹെഡേക്ക് ഉണ്ട്. ഹെഡേക്കിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് ഇഫ് തൗസൻഡ്സ് ഓഫ് ലിറ്റിൽ ഹാമേഴ്സ് വർ നോക്കിംഗ് ഇൻ ദ ബ്രെയിൻ. എന്നാണ് നാറ്റർമൂറിൻ്റെ സിംറ്റംസ്. അമിലറേഷൻ, പെർസ്പിറേഷൻ. പിന്നെ ഈ എസ്പെഷ്യലി ഈ ഇത് വരുന്ന സൺ ഹെഡേക്ക് ആയിരിക്കാം, പിന്നെ മൈഗ്രെയിൻ ആവാം. പിന്നെ ഈ ഫീവറിൻ്റെ സമയത്ത് നല്ല സിവിയർ ബേസ്റ്റിംഗ് ടൈപ്പ് ഓഫ് ഹെഡേക്കാണ്. അപ്പോൾ ഫീവറിൻ്റെ ഹെഡേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാറ്റർമൂറിൻ്റെ അക്യൂട്ട് പ്രസൻറ്റേഷൻ എപ്പോഴും ഒരു ബ്രയോണിയൻ്റെ പോലെ തന്നെയുള്ള പിക്ചേഴ്സാണ് കാണിക്കാറ്. ദെൻ ഗ്രേറ്റ് ലയബിലിറ്റി ടു ടേക്ക് കോൾഡ്. ഈസി പെട്ടെന്ന് സ്നീസിങ്, അലർജിക്കൊക്കെ ആയിട്ടുള്ള പെട്ടെന്ന് കോൾഡ് അടിക്കുക. എസ്പെഷ്യലി ഒരു പുറത്തേക്ക് തണുത്ത കാറ്റടിക്കുമ്പോഴത്തേന് കോൾഡ് അടിക്കുന്ന ആൾക്കാരെ. അതിൽ കാർബുകൾ നിങ്ങൾ ഓർത്താൽ മതി. ഈ ടേക്ക് കോൾഡ് ഈസിലീസിൽ എപ്പോഴും കാർബുണ്ട്. കാൽക്കേരിയ കാർബ്, കാലി കാർബ്. അങ്ങനെ കാർബിന് എപ്പോഴും ഈ ഒരു ടേക്ക് കോൾഡ് ഈസിലിയാണ്. അമോണിയം കാർബ്, കാലി കാർബ്, കാൽക്കേരിയ കാർബ്, ഈ കാർബിനെല്ലാം തന്നെ ടേക്ക് കോൾഡ് ഈസിലി. ദെൻ ഹെഡേക്ക് ഓഫ് അനീമിക് സ്കൂൾ ഗേൾസ്. അത് വേറെ മെഡിസിൻ. ഈ സ്കൂൾ ഗേൾസിൻ്റെ ഹെഡേക്കിൻ്റെ വേറെ മെഡിസിനാണ് കാൽക്കേരിയ ഫോസ്. മറന്നുപോയത്. ഹെഡേക്ക് ഓഫ് സ്കൂൾ ഗോയിങ് ഗേൾസ് ആണ് നാറ്റർമൂറും കാൽക്കേരിയ ഫോസും ആണ് കേട്ടോ. പിന്നെ ഹെഡേക്ക് ഫ്രം സൺറൈസ് ടു സൺസെറ്റ് ആൻഡ് ലെഫ്റ്റ് സൈഡഡ് ക്ലാവസ്. അത് മൈഗ്രെയിൻ ആണ് കേട്ടോ. ഈ ക്ലാവസ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡഡ് ക്ലാവസ്. പിന്നെ മൈഗ്രെയിൻ പോലത്തെ ഹെഡേക്കാണ്. ലെഫ്റ്റ് സൈഡഡ് ഹെഡേക്കാണ് നമ്മൾ പറയുന്നത് നാറ്റർമൂർ. ഇത് ഇങ്ങനെ തന്നെ മൈഗ്രെയിൻ റൈറ്റ് സൈഡഡ് വരുന്ന ഒരു മെഡിസിൻ ഉണ്ട്, അത് സാങ്ക്യുനേറിയ. റൈറ്റ് സൈഡഡ് ഹെഡേക്ക് സാങ്ക്യുനേറിയാണ്. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന ഒരു മെഡിസിനാണ് നാറ്റർമൂർ. ലെഫ്റ്റ് സൈഡഡ് ഹെഡേക്ക് വരുന്ന വേറെ മെഡിസിൻ ഉണ്ട്, സ്പൈജീലിയ. അതേപോലെ തന്നെ നല്ല ഈ സണ്ണിനനുസരിച്ച് തന്നെ റൈസ് ചെയ്ത് പോകുന്ന ഒരു മെഡിസിനാണ് സ്പൈജീലിയ. പക്ഷേ സ്പൈജീലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡാണ്. റൈറ്റ് സൈഡഡ് മെഡിസിനാണ് സാങ്ക്യുനേറിയ. ദെൻ ക്രേവിങ് ഫോർ സാൾട്ട്. ഓൾമോസ്റ്റ് നമുക്കറിയാം എന്താണ് സാൾട്ട്, കോമൺ സാൾട്ടാണ് മെഡിസിൻ തന്നെ. അപ്പോൾ നാറ്റർമൂർ 3 മാർക്ക് സിംറ്റം തന്നെയാണ് ക്രേവിങ് ഫോർ സാൾട്ട്. അതിൽ വേറെ മെഡിസിൻസ് കാൽക്കേരിയ, കോസ്റ്റിക്കം ആൻഡ് ഗ്രേറ്റ് അവേർഷൻ ടു ബ്രെഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്രേവിങ് ഫോർ സാൾട്ട് വേറെ മെഡിസിൻസ് കോസ്റ്റിക്കം ആൻഡ് കാൽക്കേരിയ.
കോസ്റ്റിക്കം ആൻഡ് കാൽക്കേരിയ, ക്രേവിംഗ് ഫോർ സോൾട്ട് ഉണ്ട്. പിന്നെ ഗ്രേറ്റ് അവേർഷൻ ടു ബ്രെഡ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഗ്രേറ്റ് അവേർഷൻ ടു ബ്രെഡ് എന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് നിർത്തരുത്, സിംറ്റം വേറെയാണ്. എന്താണ് ഇത്? കീനോട്ടാണ് ഗ്രേറ്റ് അവേർഷൻ ടു ബ്രെഡ്. പക്ഷേ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എങ്ങനെയാണ് മറ്റു ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത് വെച്ചാൽ, ഗ്രേറ്റ് അവേർഷൻ ടു ബ്രെഡ് വിച്ച് ഷീ വാസ് വൺസ് ഫോണ്ട് ഓഫ്. പണ്ട് ഒരിടയ്ക്ക് നല്ല ഇഷ്ടപ്പെട്ടിരുന്ന സാധനങ്ങളാണ് ഇവർക്ക് പിന്നീട് അവേർഷൻ. ലൈക്ക് അവരുടെ ബ്രെഡിനോട് അവേർഷൻ ആവുക, അവർ കഴിച്ചപ്പോൾ ബിയർ ഡ്രിങ്കിങ്, അങ്ങനെ എന്തെങ്കിലും ഒരു ഡ്രിങ്കിനോട് അവർക്ക് പ്രത്യേകിച്ച് ഇഷ്ടമുണ്ടായിരുന്നു, കുറച്ച് കഴിയുമ്പോഴത്തേനും അവർക്ക് അതിനോട് ഭയങ്കര അവേർഷൻ, അങ്ങനെയായിരിക്കും. സോ ഗ്രേറ്റ് അവേർഷൻ ടു ബ്രെഡ് ആൻഡ് എ ഗ്രേറ്റ് ക്രേവിംഗ് ഫോർ സോൾട്ട്. ക്രേവിംഗ് ഫോർ സോൾട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഇനി ഹെഡ് ഏക്ക് നാം പറഞ്ഞിട്ടുണ്ട്, ബ്രയോണിയനെ പോലെ തന്നെ ബേസ്റ്റിംഗ് ടൈപ്പ് ഓഫ് ഹെഡ് ഏക്ക് വിത്ത് റെഡ് ഫേസ്, നോസിയ ആൻഡ് വോമിറ്റിംഗ്. ഹെഡ് ഏക്ക് ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ മെൻസസ്. സെപ്പിയയ്ക്കും ഇതേപോലെ തന്നെയുണ്ട്. സെപ്പിയയ്ക്ക് ഇതേപോലെ മെൻസസിൻ്റെ ടൈമിൽ ഹെഡ് ഏക്ക് ഉണ്ട്. അപ്പോൾ നാട്രമൂർ സെപ്പിയയ്ക്കും മെൻസസിൻ്റെ സമയത്ത് ഹെഡ് ഏക്ക് ഉണ്ടാവും. നെക്സ്റ്റ് ഹെഡ് ഏക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹെഡ് ഏക്ക് ബിഗിനിങ് വിത്ത് ബ്ലൈൻഡ്നെസ് ക്യാരക്ടറിസ്റ്റിക് ആണ്. ഹെഡ് ഏക്ക് ബിഗിനിങ് വിത്ത് ബ്ലൈൻഡ്നെസ് ആൻഡ് അതിന് ഹെഡ് ഏക്ക് ബിഗിനിങ് വിത്ത് ബ്ലൈൻഡ്നെസ്സിൽ കുറേ മെഡിസിൻസ് ഉണ്ട്. ഐറിസ് വേസിക്കോളർ, കാലിബൈക്ക് വിത്ത് സിക്സാക് ഡാസ്ലിംഗ് ലൈക്ക് ലൈറ്റ്നിങ് ഇൻ ദ ഐസ് ആൻഡ് പിന്നെ അഷറിങ് ടു എ ത്രോബിങ് ഹെഡ് ഏക്ക് ഫ്രം ഐ സ്ട്രെയിൻ. ഐ സ്ട്രെയിൻ കൊണ്ടുണ്ടാകുന്ന ഹെഡ് ഏക്ക്, ഇങ്ങനെ ക്രോസ് ആയിട്ട് എന്തെങ്കിലും സ്റ്റിച്ചിങ് അല്ലെങ്കിൽ ഒത്തിരി റീഡ് ചെയ്യുക അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുക, അങ്ങനെ വന്നിട്ടുണ്ടാകുന്ന ഹെഡ് ഏക്കിന് കൊടുക്കാം. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മൈഗ്രെയിൻ പോലത്തെ പ്രസൻറ്റേഷൻ. അതപ്പം മൈഗ്രെയിൻ ഒരു കണ്ടീഷൻ, അതിൻ്റെ മൈഗ്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പത്തെ സ്റ്റേജിനാണ് നമ്മൾ പറയുക മൈഗ്രെയിൻ വിത്ത് ഓറ, വിത്തൗട്ട് ഓറ. അപ്പോൾ ഇവരിലൊരു ഓറ എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത്? ഇവരുടെ പ്രസൻറ്റേഷൻ എന്താണ്? ഹെഡ് ഏക്ക് ബിഗിനിങ് വിത്ത് ബ്ലൈൻഡ്നെസ്. ഹെഡ് ഏക്ക് ഈസ് ബിഗിനിങ് വിത്ത് ബ്ലൈൻഡ്നെസ് വിത്ത് സിക്സാക് ഡാസ്ലിംഗ്. ഈ സിക്സാക് ഡാസ്ലിംഗ് ലൈക്ക് ലൈറ്റനിങ് ഇൻ ദ ഐസ് ആണ് ഇത് ഇവരുടെ ഓറ ആയിട്ട് കാണിക്കുന്നത്. മനസ്സിലായോ? വിത്ത് സിക്സാക് ഡാസ്ലിംഗ് ലൈക്ക് ലൈറ്റ്നിങ് ഇൻ ദ ഐസ്. അപ്പോൾ ഹെഡ് ഏക്ക് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നാട്രമൂറിൻ്റെ പെക്യുലിയർ സെൻസേഷൻ ആസ് ഇഫ് എന്താണ് തൗസൻഡ്സ് ഓഫ് ലിറ്റിൽ ഹാമേഴ്സ് ആർ നോക്കിംഗ് ഇൻ ദ ഹെഡ്. ഇനി ഇവർക്ക് ഞാൻ പറഞ്ഞു, ഇവർക്ക് ഗ്രേറ്റ് ലയബിലിറ്റി ടു ടേക്ക് കോൾഡ് ആണ്. അതർ മെഡിസിൻസ് അമോണിയം കാർബ്, കാൽക്കേരിയ കാർബ്, കാലി കാർബ് എക്സെട്ര. സോ ഹേ ഫീവർ എന്ന് വെച്ചാൽ അലർജിക് റൈനൈറ്റിസ്. അതിനകത്തൊരു പെർട്ടിക്കുലർ സെൻസേഷൻ ഉണ്ട്, സ്ക്യൂമിങ് സെൻസേഷൻ. സ്ക്യൂമിങ് സെൻസേഷൻ മൂക്കിൽ ഇങ്ങനെ ഒരു പുഴു ഇങ്ങനെ അരിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നതിനാണ് സ്ക്യൂമിങ് സെൻസേഷൻ. സ്ക്യൂമിങ് സെൻസേഷൻ ഇൻ ദ നോസ്ട്രിൽ ആസ് ഓഫ് എ സ്മോൾ വേം ബ്രോട്ട് ഓൺ ബൈ എക്സ്പോഷർ ടു ഹോട്ട് സൺ ഓർ ഇൻറ്റൻസ് സമ്മർ ഹീറ്റ്. ഇപ്പോൾ നമ്മൾക്ക് നാട്രമൂർ എന്ന് പറഞ്ഞാൽ സോഡിയം ക്ലോറൈഡ്. ഉപ്പ് ഏറ്റവും കൂടുതൽ കാണുന്നത് എവിടെയാണ്? കടലിലാണ്. സോ ഒരു സീഷോർ ഭയങ്കര അഗ്രവേഷനാണ്. സീഷോർ അഗ്രവേഷനാണ് നാട്രമൂറിന്. അപ്പോൾ നാട്രമൂറിന് സീഷോർ അഗ്രവേഷനാണ്, സോൾട്ട് ഡിസയറാണ്, സൺ അഗ്രവേഷനാണ്. ഇതൊക്കെ ഓർത്ത് വെക്കാം. എക്സ്പോഷർ ടു ഹോട്ട് സൺ ഓർ ഇൻറ്റൻസ് സമ്മർ ഹീറ്റ്. ദെൻ സെൻസേഷൻ ഓഫ് എ ഹെയർ ഓൺ ടങ്. അത് വേറെ മെഡിസിൻ സൈലീഷയാണ്. ഇപ്പോൾ രണ്ട് മെഡിസിനാണ് സിംറ്റംസിൽ. സെൻസേഷൻ ഓഫ് ഹെയർ ഓൺ ടങ്, സെൻസേഷൻ ഓഫ് എ, അപ്പോൾ അതങ്ങനെ ഇങ്ങനെ നാക്കിങ്ങനെ ആയിക്കൊണ്ട്. ഇപ്പോൾ സെൻസേഷൻ ഓഫ് ഹെയർ ഓൺ ടങ്. പിന്നെ ടങ് വരേണ്ടത് മാപ്ഡ് ടങ് ആയിരിക്കും. മാപ്ഡ് ടങ് ഈസ് മാപ്ഡ്. മാപ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാപ്ഡ് ടങ്ങിന് വേറൊരു പേരാണ് ജോഗ്രഫിക്കൽ ടങ്. ഇങ്ങനെ ഒരു റിംഗ് വേം പോലത്തെ സാധനങ്ങളുണ്ടാവും. അപ്പം ടങ് മാപ്ഡ് ആയിട്ടുള്ള വേറെ മെയിൻ മെഡിസിനാണ് ടെറാസാക്കം. ടെറാസാക്കം എന്ന് പറഞ്ഞ മെഡിസിന് ഒരൊറ്റ സിംറ്റമേ ഉള്ളൂ, ലിവർ റെമഡീസ് വിത്ത് ലിവർ സിംറ്റംസ് വിത്ത് മാപ്ഡ് ടങ്. അപ്പോൾ മാപ്ഡ് ടങ്ങിന് വേറെ മെഡിസിൻസ് ആഴ്സാൽബ്, ലാക്കസിസ്, മെർക്കുറി, ആസിഡ് നൈട്രിക്കം, ടെറാസാക്കം. ദെൻ ഹെവി ഡിഫിക്കൽട്ട് സ്പീച്ച് ആയിരിക്കും. ദെൻ മാപ്ഡ് ടങ് വിത്ത് റെഡ് ഇൻസുലാർ പാച്ചസ്, അപ്പോൾ നമ്മൾ മാപ്ഡ് ടങ് എന്നും പറയും, അതല്ലെങ്കിൽ ജിയോഗ്രാഫിക്കൽ ടങ് എന്നാണ് പറയുക. രണ്ടും ഒരേ സാധനം തന്നെയാണ്. ദെൻ ചിൽഡ്രൻ ഈസ് സ്ലോ ഇൻ ലേണിംഗ് ടു വാക്ക്. ഇപ്പോൾ കുട്ടികൾ കുറച്ച് നാളായിട്ട് അവർ പഠിക്കുന്നില്ല. ചിൽഡ്രൻ സ്ലോ ഇൻ ലേണിംഗ് ടു വാക്കാണ് നാട്രമൂർ. പക്ഷേ കോസ്റ്റിക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കാൻ തുടങ്ങുന്ന കുട്ടി പെട്ടെന്ന് ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. അപ്പോൾ അതാണ് കോസ്റ്റിക്കം, ഡിസ്ക്രിമിനേറ്റ്. പിന്നെ അതേപോലെ കുട്ടി ദ ചൈൽഡ് ഈസ് ലേറ്റ് ടു എന്താണ് ടോക്ക് ആൻഡ് വാക്ക്, അതിൽ വരുന്നതാണ് കാൽക്കേരിയ, പിന്നെ സൈലീഷ്, അങ്ങനത്തെ മെഡിസിൻസ്. പക്ഷേ ഇവിടുത്തെ ക്യാരക്ടറിസ്റ്റിക് നാട്രമൂറിൻ്റെ ഓർത്ത് വെക്കണം, ചിൽഡ്രൻ സ്ലോ ഇൻ ലേണിംഗ് ടു വാക്ക്. അതിൻ്റെ ആ സ്കില്ല് ഇവർ ഡെവലപ്പ് ചെയ്യാൻ ലേറ്റ് ആവുകയാണ്. ദെൻ ഹാർട്ടിൻ്റെ സിംറ്റം ഇമ്പോർട്ടൻ്റ് ആണ്. ഹാർട്ടിലെ സിംറ്റം എന്താണ്? ഫ്ലട്ടറിങ് ഓഫ് ദ ഹാർട്ടാണ്. അപ്പം നമ്മൾ പറഞ്ഞു നാട്രമൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തൈറോയിഡിനുള്ള മെഡിസിനാണ്. അപ്പോൾ തൈറോയിഡ്, അപ്പോൾ ഇമാസിയേഷൻ, നെക്കിൽ ഇമാസിയേഷൻ. അപ്പോൾ തൈറോയിഡിൻ്റെ ഒരു സിംറ്റം നമുക്കറിയാം, അത് ഈ എന്താണ് ഹൈപ്പർ ആയിട്ടുള്ള സർക്കുലേഷനാണ്. അപ്പോൾ അവർക്ക് ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടാവാം, തൈറോയിഡിന് കൊടുക്കാം. അപ്പോൾ ഫ്ലട്ടറിങ് ഓഫ് ദ ഹാർട്ട് വിത്ത് എ വീക്ക് ഫെയിൻറ്റ് ഫീലിംഗ്, അഗ്രവേഷൻ, ലൈയിങ് ഡൗൺ ആണ് നാട്രമൂറിന്. ലാക്കസിസും ഒക്കെ തന്നെ അഗ്രവേഷൻ, ലൈയിങ് ഡൗൺ ആണ്. പിന്നെ ഹാർട്ട് പൾസേഷൻ, ഷേക്ക് ദ ബോഡി, സ്പൈജീലിയ നേരത്തെ ഞാൻ കമ്പയർ ചെയ്തായിരുന്നു. എന്തായിരുന്നു? ലെഫ്റ്റ് സൈഡഡ് ഹെഡ് ഏക്ക്. സ്പൈജീലിയ ഇതേപോലെ തന്നെ സൺറൈസ് ടു സൺസെറ്റ് വരെ ഇങ്ങനെ പോകുന്ന ഒരു ഹെഡ് ഏക്കാണ്. രണ്ടും ലെഫ്റ്റ് സൈഡഡ് ആയിട്ടുള്ള ഹെഡ് ഏക്കാണ്. സോ ഹാർട്ട്സ് പൾസേഷൻ ഷേക്സ് ദ ഹോൾ ബോഡി. നല്ല ഫ്ലട്ടറിങ് ഓഫ് ഹാർട്ട് ഉണ്ട്. പിന്നെ എന്താണ്? ഹാർട്ടിൻ്റെ പൾസേഷൻ ഷേക്സ് ദ ഹോൾ ബോഡി. അനദർ മെഡിസിൻ ഈസ് സ്പൈജീലിയ.
ഇനി അടുത്തത് കോൺസ്റ്റിപ്പേഷൻ സെൻസേഷൻ ഓഫ് കൺട്രാക്ഷൻ ഓഫ് ഏനസ് ഇങ്ങനെ കൺട്രാക്ട് ചെയ്ത പോലെ, അപ്പോൾ എന്താ ഏനസ് ഡയലേറ്റ് ചെയ്യുന്നില്ല, അപ്പോൾ അവിടെ നമുക്ക് പുറത്തേക്ക് പോകാത്തൊരവസ്ഥ. കൺട്രാക്ഷൻ ഓഫ് ദ ഏനസ്, അപ്പോൾ അവർ സ്ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗം പൊട്ടിപ്പോകുന്നു പേഷ്യൻറ്റിന് ഫീൽ ചെയ്യുക. സെൻസേഷൻ ഓഫ് കൺട്രാക്ഷൻ ഓഫ് ഏനസ്, ടോൺ, അപ്പോൾ ബ്ലീഡ് ചെയ്യുക, സ്മാർട്ടിങ് ആഫ്റ്റർവേർഡ്, സ്റ്റൂൾ ഡ്രൈ, ഹാർഡ്, ഡിഫിക്കൽട്ട്. അത് ക്യാരക്ടറിസ്റ്റിക് ഈ മ്യൂറാറ്റിക്കം വരുന്നതിന് ഒരുവിധം മ്യൂറിനെല്ലാം തന്നെ എന്തുണ്ട്, ക്രംബ്ലിംഗ് അറ്റ് ദ വെർജ് ഓഫ് ദ ആനസ്. അത് അമോണിയം മൂറിനാണ് ആ സിംറ്റം വരുന്നത് കേട്ടോ, അമോണിയം മൂറിന്. ആൻഡ് മാക്മൂർ, നാട്രമൂർ, മാക്മൂർ, അമോണിയം മൂറിനാണ് ആ സിംറ്റം വരുന്നത്. സ്റ്റൂൾ ക്രംബിൾസ് അറ്റ് ദ വെർജ് ഓഫ് ആനസ്, നാട്രമൂർ, അമോണിയം മൂർ ആൻഡ് മാക്മൂർ. ദെൻ സ്റ്റിച്ചസ് ഇൻ ദ റെക്റ്റം, ആസിഡ് നൈട്രിക് ആനൽ ഫിഷേഴ്സ് ഒക്കെ ഉണ്ടാകുന്നതാണ്. ഇൻവോളണ്ടറി, നോസ് നോട്ട് വെദർ ഫ്ലാറ്റസ് ഓർ ഫീസസ് എസ്കേപ്പ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അലോസ് ഇമ്പോർട്ടൻറ്റ് മെഡിസിൻ ആണ്. നോസ് നോട്ട് വെദർ ഫ്ലാറ്റസ് ഓർ ഫീസസ് എസ്കേപ്പ്, അപ്പോൾ അത് ഫ്ലാറ്റസ് ആണോ സ്റ്റൂളാണോ പോയതെന്ന് അറിയാൻ പറ്റാത്തൊരു അവസ്ഥ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ലൂസായിട്ടിരിക്കുന്നത്. ദെൻ അതിന് എക്സാമ്പിൾസ് ആണ് അതർ മെഡിസിൻസ്, അലോസ്, അയഡം, ആസിഡ് മ്യൂറിയാറ്റിക്കം, ഓളിയാണ്ടർ, പോഡോഫൈലം. ഇതൊക്കെ ഒരേപോലത്തെ മെഡിസിൻസാണ്, കാണാതെ പഠിച്ചിരിക്കേണ്ടതാണ്. അലോസ്, അയഡം, ആസിഡ് മ്യൂർ, ഒളിയാണ്ടർ ആൻഡ് പോഡോഫില്ലം. സിംറ്റം എന്താണെന്ന് വെച്ചാൽ നോസ് നോട്ട് വെദർ ഫ്ലാറ്റസ് ഓർ ഫീസസ് എസ്കേപ്പ്. നെക്സ്റ്റ് സിംറ്റം യൂറിൻ ഇൻവോളണ്ടറി പാസേജ് ഓഫ് യൂറിൻ വൈൽ കഫിങ്, സ്നീസിങ്, അങ്ങനത്തെ ഒരു സിംറ്റം. എന്ന് കഴിഞ്ഞാൽ എന്താണ് പറയുക, സ്ട്രെസ് ഇൻകോണ്ടിനൻസ് എന്ന് പറയും. പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് മെഡിസിനാണ് സ്ക്വില്ല. സ്ട്രെസ് ഇൻകോണ്ടിനൻസ് എന്നാണ് ഈ കണ്ടീഷൻ പറയുന്നത്. ഇൻവോളണ്ടറി യൂറിനേഷൻ വൈൽ വാക്കിംഗ്, കഫിങ്, ലാഫിങ്, സ്നീസിങ് എക്സെട്ര. എക്സാമ്പിൾസ് അതർ മെഡിസിൻസ് കോസ്റ്റിക്കം, പൾസാറ്റിലാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെയുള്ള മറ്റ് മെഡിസിനാണ് സ്ക്വില്ല, പൾസാറ്റില, കോസ്റ്റിക്കം. എന്താണ് സിംറ്റം, എന്താണ് ഇൻവോളണ്ടറി പാസേജ് ഓഫ് യൂറിൻ വൈൽ കഫിങ്, സ്നീസിങ്, ലാഫിങ്, അങ്ങനെ പ്രഷർ കൂടുന്ന, അബ്ഡോമിനൽ പ്രഷർ കൂടുന്ന എല്ലാ സമയത്തും ഇവർക്ക് യൂറിൻ ഇങ്ങനെ അറിയാണ്ട് പോയി പോകുന്നൊരവസ്ഥ. അപ്പോൾ അവരെങ്ങനെയായിരിക്കും, അവരെപ്പോഴും ചുമയ്ക്കുന്ന സമയത്ത് ആ ബ്ലാഡറിൻ്റെ ഏരിയ അവരിങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുക, അതായിരിക്കും അവരുടെ പ്രസൻറ്റേഷൻ. പിന്നെ യൂറിന് വേറൊരു സിംറ്റം ഉണ്ട്, എന്താണ്, ഹാസ് ടു വെയിറ്റ് ലോങ് വൈൽ ഓർ യൂറിൻ ടു പാസ് ഇഫ് അതേഴ്സ് ആർ പ്രസൻറ്റ്. ഇങ്ങനെ തന്നെയുള്ളൊരു മെഡിസിൻ ഉണ്ട് നമുക്ക് ആംബ്രാഗീസിക്ക് ഇതേപോലെ ഉണ്ട്, പക്ഷേ സ്റ്റൂളിനാണ് കൂടുതൽ. ഈവൻ നേഴ്സിൻ്റെ പ്രസൻസ് പോലും ഇവർക്ക് പറ്റില്ല. അപ്പോൾ അതാണ് സിംറ്റം, ഹാസ് ടു വെയിറ്റ് ലോങ് വൈൽ ഓർ യൂറിൻ ടു പാസ് ഇഫ് അതേഴ്സ് ആർ പ്രസൻറ്റ്. എക്സാമ്പിൾസ് ഹെപ്പാസൾഫ്, ആസിഡ് മൂറാണ് പറഞ്ഞിരിക്കുന്നത്. കട്ടിങ് ഇൻ യൂറിത്ര ആഫ്റ്റർ, അതായത് സർസാപ്പില്ല. പെയിൻ അല്ലെങ്കിൽ കട്ടിങ് ആഫ്റ്റർ യൂറിനേഷനാണ് നമുക്ക് സർസാപ്പില്ല. ബിഫോറിൽ പറയുന്നതാണ് ലൈക്കോപോഡിയം ചൈൽഡ് ക്രൈസ് ബിഫോർ യൂറിനേഷനാണ്. ബൊറാക്സിലും ചൈൽഡ് ക്രൈസ് ബിഫോർ യൂറിനേഷനാണ്. ദെൻ ദ സെമിനൽ, ഈ മെയിൽസിൽ വീക്കായിട്ടുണ്ടാവും, വീക്കാണ് നാട്രമൂർ. നാട്രമൂറിനെ പറ്റി പറയുന്നത്, നാട്രമൂർ പേഷ്യൻ്റ് ലൈഫിൽ ഒരു തവണ എന്തെങ്കിലും ഒരു ലവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുള്ളൂ, പിന്നെ അവർക്ക് വേറൊരു ഇതിലേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ഏതെങ്കിലും ഫെയിൽഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു അഫക്ഷൻ ഉണ്ടാവും, അത് തന്നെ ലൈഫ് ലോങ് വെച്ചുകൊണ്ടിരിക്കും. സോ സെമിനർ അഫക്ഷൻ സൂൺ ആഫ്റ്റർ കോഷൻ വിത്ത് ഇൻക്രീസ്ഡ് ഡിസയർ, വീക്ക്നെസ് ഓഫ് ഓർഗൻസ് വിത്ത് റിട്ടാർഡ് എമിഷൻസ് ഡ്യൂറിങ് ആൻ എംബ്രേസ്, ഇമ്പോർട്ടൻസി, സ്പൈനൽ ഇറിറ്റേഷൻ, പാരാലിസിസ് ആഫ്റ്റർ സെക്ഷൽ എക്സസ്. ദെൻ ഫീമെയിൽസിൽ പ്രൊലാപ്സിന് ഇമ്പോർട്ടൻറ്റ് മെഡിസിനാണ്, എസ്പെഷ്യലി അഗ്രവേഷൻ ഡ്യൂറിങ് മോർണിംഗ് അഗ്രവേഷനാണ്. അതിനകത്ത് സിംറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർണിംഗിൽ എങ്ങനെയാണ്, മസ്റ്റ് സിറ്റ് ഡൗൺ ടു പ്രിവെൻറ്റ് പ്രൊലാപ്സ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് സെപ്പിയ, മ്യൂറക്സ്, ലിലിയൻറ്റിക്, ബെലഡോണ, ഈ മെഡിസിൻസിനൊക്കെ ഈ സിംറ്റംസ് എന്താണ്, മോർണിംഗിലുള്ള അഗ്രവേഷൻ അത് നാട്രമൂറിനുണ്ട്, ബെൽഡോണയ്ക്കുണ്ട്. പക്ഷേ ഇവർ പ്രൊലാപ്സ് പ്രിവെൻറ്റ് ചെയ്യാൻ ഈ നാട്രമൂർ പേഷ്യൻറ്റ് ഹാസ് ടു സിറ്റ് ഡൗൺ. The patient has to sit down to prevent a prolapse. അപ്പോൾ നമുക്ക് ഈ 3 ഡ്രഗ്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. സെപ്പിയെ സംബന്ധിച്ച് ടു സിറ്റ് ഡൗൺ ആൻഡ് ടു സിറ്റ് വിത്ത് ലെഗ്സ് ക്രോസ്ഡ്, കാലിൽ ക്രോസ് ചെയ്ത് വെച്ചാൽ മാത്രമേ ഇവരുടെ പ്രൊലാപ്സ്, ഇവർക്ക് അത്രയും ഒരു ഇൻസെക്യൂർ ഫീലിംഗ് ആണ്. അപ്പോൾ സെപ്പിയ പേഷ്യൻ്റ് എപ്പോഴും ലെഗ്സ് ക്രോസ് ചെയ്തിട്ടിരിക്കും പ്രൊലാപ്സ് ആണെങ്കിൽ. അപ്പോൾ മ്യൂറക്സ് എന്ന് പറഞ്ഞ പേഷ്യൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരും ഇതേപോലെ തന്നെ ക്രോസ്ഡ് ആയിട്ട് തന്നെയായിരിക്കും, ലെഗ്സ് ക്രോസ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കും. ലിലിയൻറ്റിക് പേഷ്യൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതേപോലെ സിറ്റ് ഡൗൺ ആൻഡ് ദേ വിൽ ബി സപ്പോർട്ടിങ് ദ വാൾവ വിത്ത് ഹാൻഡ്സ്. അവർക്കിതിങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് പോരുമെന്ന് തോന്നുന്നുണ്ട്, അവർ ആ പോർഷൻ സപ്പോർട്ടിങ് വിത്ത് ഹാൻഡ്സ്. ഇതാണ് മോർണിംഗിലുള്ള പ്രൊലാപ്സ് ആണ്. ആൻഡ് മസ്റ്റ് സിറ്റ് ഡൗൺ ടു പ്രിവെൻറ്റ് പ്രൊലാപ്സ്. ബെലഡോണയ്ക്ക് മോർണിംഗ് അഗ്രവേഷനാണ് ആൻഡ് ഹാസ് ടു സിറ്റ് ഡൗൺ. ദെൻ ഹെയർ ഫോളിനൊരു ഇമ്പോർട്ടൻറ്റ് മെഡിസിനാണ് നാട്രമൂർ. നമ്മൾ നാട്രമൂറിന് പറയുന്നത് ഹെയർ ഫോൾസ് ഔട്ട് വെൻ ടച്ച്ഡ്. ഒന്ന് തൊടുമ്പോഴേക്കൊരു വലിയ ഉണ്ട പോലെ മുടി ഊരിപ്പോയി നേരം ഗേൾസ് എപ്പോഴും അറിയുന്ന മെഡിസിനായിരിക്കും. നാട്രമൂർ നല്ല മെഡിസിനാണ് കേട്ടോ ഹെയർ ഫോൾ. ആൻഡ് എസ്പെഷ്യലി ഇൻ നേഴ്സിംഗ് വുമൺ, ഒരു ഡെലിവറി പ്രസവിച്ച് കഴിഞ്ഞിട്ടുണ്ടാകുന്ന ഹെയർ ഫോളിന് നല്ല മെഡിസിനാണ് സെപ്പിയ ആൻഡ് നാട്രമൂർ.
പിന്നെ നാട്രമൂർ പേഷ്യൻ്റ് ഞാൻ പറഞ്ഞു അനീമിക് ആയിരിക്കും. അവരുടെ ഫേസിൻ്റെ അപ്പിയറൻസ് എന്ന് പറഞ്ഞാൽ ഓയിലി ആയിരിക്കും. ഓയിലി ഷൈനി ആസിഫ് ഗ്രീസ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഫേസ് ഈസ് ഓയിലി ഷൈനി ആസിഫ് ഗ്രീസ്. അത് വേറെ മെഡിസിൻസ് പ്ലംബം തൂജ ഫേസ് വാക്സിൻ്റെ പോലത്തെ ഒരു മെഴുകിൻ്റെ പോലത്തെ ഒരു ഇങ്ങനെ ഓയിലി ആയിട്ടുള്ള അപ്പിയറൻസ് ആണ് പ്ലംബം ആൻഡ് തൂജ. ദെൻ ഇവർക്ക് സ്കിന്നിൽ നല്ലൊരു ആക്ഷൻസ് ഉണ്ട്. എസ്പെഷ്യലി നെയിൽസിൽ പറയും ഹാങ് നെയിൽസ്. ഈ നെയിലിൻ്റെ അറ്റത്ത് ഇങ്ങനെ തൊലി ഇങ്ങനെ നിൽക്കുന്നതിനാണ് ഹാങ് നെയിൽസ് എന്ന് പറയുക. വളരെ പെയിൻഫുൾ ആയി കണ്ടില്ലാണ്. സ്കിൻ അറൗണ്ട് ദ നെയിൽസ് ഡ്രൈ ആൻഡ് ക്രാക്ഡ്. പിന്നെ വേറെ മെഡിസിനാണ് ഗ്രാഫൈറ്റിസും പെട്രോളിയം ഈ ക്രാക്സിന് കൊടുക്കുന്നതാണ് പെട്രോളിയം. ഹെർപ്പിസ് അറൗണ്ട് ഈനസ് ആൻഡ് ഓൺ ബോർഡേഴ്സ് ഓഫ് ഹെയർ ആൻഡ് നേപ്പ് ഓഫ് നെക്ക്. പിന്നെ ഈ നാട്രമൂറിൻ്റെ സ്കിൻ അഫെക്ഷൻസിന് കാണിക്കുന്നത് ഈ റൂട്ട് ഓഫ് ഹെയറിലായിരിക്കും. ഈ നെറ്റിയുടെ എവിടെയൊക്കെ ഇങ്ങനെ ഉണ്ടാകുന്ന ഇറപ്ഷൻസ്, ആ ഭാഗത്ത് റൂട്ട് ഓഫ് ഹെയറിൽ ഇറപ്ഷൻസ് ഉണ്ടെങ്കിൽ നാട്രമൂറാണ്. പിന്നെന്താണ് അത് ഓരോ ലൊക്കാലിറ്റി ഉണ്ട്. ഇപ്പോൾ ഒരു ഇറപ്ഷൻസിൻ്റെ ലൊക്കേഷൻ, ഇപ്പോൾ നാട്രമൂറിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് ഓഫ് ഹെയർ. ഹെപ്പാസൾഫിൻ്റെ ആണെങ്കിൽ ബെൻഡ് ഓഫ് നീസാണ്. ഇൻ ബെൻഡ് ഓഫ് നീസ് ഹെപ്പാസൾഫും ഗ്രാഫൈറ്റിസ് യൂഷ്വലി പറയുന്നത് ഒരു ഫ്ലക്സർ ആസ്പെക്റ്റിൽ ഉണ്ടാകുന്ന സാധനങ്ങൾക്കൊക്കെ കൊടുക്കാറുണ്ട് ഗ്രാഫൈറ്റിസ്. ദെൻ വാർഡ്സിനൊരു മെഡിസിനാണ്, നല്ല മെഡിസിനാണ് ഇത് നാട്രമൂർ. വാർഡ്സ് ഓൺ പാംസ് ഓഫ് ഹാൻഡ്. പാംസിൽ വാർഡ്സ് ഉള്ളത് നാട്രമൂറുണ്ട്, ഡെൽക്യാമറ ഉണ്ട്. ഫ്ലാറ്റ് ആയിട്ടുള്ള വാർഡ്സ് ഉണ്ട് നാട്രമൂർ, ഡെൽക്യാമറ, നാട്രം കാർബ് ഉണ്ട്. നാട്രം കാർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ് ടച്ച് പെയിൻഫുൾ ആയിട്ടുള്ള വാർഡ്സ് ആയിരിക്കും. വാർഡ്സ് ഓൺ പാംസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാട്രമൂർ, നാട്രം കാർബ്, ഡെൽക്യാമറ ഈ 3 മെഡിസിനും നമുക്ക് വരും. അതിനകത്ത് നാട്രമൂറിനകത്ത് പാംസിൽ വരും. പിന്നെ നാട്രം കാർബിനാണ് പെയിൻഫുൾ ആയിട്ടുള്ളത്. ഡോർസത്തിലാണ് നമ്മൾ ഫ്ലാറ്റ് ആയിട്ടുള്ളതാണ് ഡെൽക്യാമറ. വാർഡ്സ് ഓൺ ഹാൻഡ്സിൽ ഡോർസത്തിൽ കാണുന്നത് ഡെൽക്യാമറ ആയിരിക്കും. പാംസിൽ കാണുന്നതാണ് നാട്രമൂറും നാട്രം കാർബും. നാട്രം കാർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയിൻഫുൾ അല്ലെങ്കിൽ സോഫ്റ്റ് ടച്ച് ആയിരിക്കും. ഇനി അടുത്ത നാട്രമൂറിൻ്റെ അഗ്രവേഷൻസ് അത് വെച്ചാൽ ബാഡ് എഫക്ട്സ് ഓഫ് ആങ്കർ കോസ്ഡ് ബൈ ഒഫൻസ്. പിന്നെന്താണ് ആസിഡ് ഫുഡ്, ബ്രെഡ്, എക്സസീവ് യൂസ് ഓഫ് സാൾട്ട്, കോട്ടറൈസേഷൻ. അങ്ങനെ പ്രീവിയസ്ലി അലോപ്പതിക്കാർ ഇങ്ങനെ പലതിനും കോട്ടറൈസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ സൈഡ് എഫക്റ്റിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നമുക്ക് നാട്രമൂർ കൊടുക്കാം. ഫോർ ഓൾ കൈൻഡ് വിത്ത് സിൽവർ നൈട്രേറ്റ് ആൻഡ് ടു ഗ്രീഫ്, ബാഡ് എഫക്ട്സ് ഓഫ് ഗ്രീഫ്, ഫ്രൈറ്റ്, വെക്സേഷൻ, മോർട്ടിഫിക്കേഷൻ ഓർ റിസർവ്ഡ് ഡിസ്പ്ലഷർ. കൊച്ചിലേ ഉള്ള ഒരു വിഷമമായിരിക്കും അത് അവരുടെ ലൈഫ് ലോങ് അവരെ ഇങ്ങനെ അവരിങ്ങനെ ടോർമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് നാട്രമൂർ പേഷ്യൻറ്റ്. റിസർവ്ഡ് ഡിസ്പ്ലഷർ. പിന്നെ നാട്രമൂറിൻ്റെ ഇതെല്ലാം കീനോട്ടാണ്. ഒരു സിംറ്റം പോലും വിട്ട് കളയരുത്. ഞാൻ പറയുന്ന എല്ലാ സിംറ്റവും നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യുന്ന സിംറ്റംസാണ്. നാട്രമൂറിൻ്റെ വേറൊരു അപ്പിയറൻസ് ഫീവർ ബ്ലിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീവർ കഴിയുമ്പോൾ ഇങ്ങനെ ലിപ്സിന് അറൗണ്ടായിട്ട് ഇങ്ങനെ പേളി ആയിട്ടുള്ള ഒരു അപ്പിയറൻസിലുള്ള ഒരു ഇറപ്ഷൻസ് കാണാം. പേൾസ് about the lips, പിന്നെ ലിപ്സ് ഡ്രൈ, സോർ ആൻഡ് ക്രാക്ഡ്, അൾസറേറ്റഡ് ആൻഡ് ആസിഡ് നൈട്രിക്കം. നാട്രമൂർ പേഷ്യൻ്റെ ലിപ്സ് നമുക്ക് ആ ലുക്ക് തന്നെ മനസ്സിലാക്കാം. ലോവർ ലിപ്പ് ഈസ് ക്രാക്ഡ് ആയിരിക്കും. നാട്രമൂറിൻ്റെ ലോവർ ലിപ്പ് ഇങ്ങനെ ക്രാക്ഡ് ആയിരിക്കും. അപ്പം നിങ്ങളോട് ചോദിക്കുന്ന സിംറ്റം മെഡിസിൻ വിത്ത് ലോവർ ലിപ്പ് ക്രാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്രമൂറിനും ഉണ്ട്, ചില സെപ്പിയയ്ക്കും കാണാം ലോവർ ലിപ്പ് ക്രാക്ഡ്. ദെൻ പെയിൻഫുൾ കൺട്രാക്ഷൻ ഓഫ് ദ ഹാംസ്ട്രിങ്സ്, കാലിൻ്റെ ഹാംസ്ട്രിങ്സിന് കൺട്രാക്ഷൻ. അതിൻ്റെ വേറെ മെഡിസിൻ അമോണിയം മൂറ്, കോസ്റ്റിക്കം, ഗോയിക്കം എക്സെട്ര. ഈ ഇൻ്റർമിറ്റൻറ്റ് അല്ലെങ്കിൽ ഫീവർ പരോക്സിസം ഇമ്പോർട്ടൻ്റ് ആണ്. ഫീവർ പരോക്സിസം ആയിട്ട് 10 or 11 AM. നമ്മൾ സൾഫറിൻ്റെ എംറ്റി ഓൾഗോൺ സെൻസേഷൻ ആയിട്ട് 11 AM പറയും. നാട്രമൂറിൻ്റെ സിംറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീവർ പരോക്സിസം ആയിട്ട് 10 or 11 AM. പിന്നെ അതിൻ്റെ ഹിസ്റ്ററി ഇൻ്റർമിറ്റൻറ്റ് ഫീവറിന് ഒരു വളരെ നല്ല മെഡിസിനാണ് ക്യുനൈൻ. സപ്രഷൻ യൂസിങ് ക്യുനൈൻ. കുറേ ക്യുനൈൻസിൻ്റെ ബാഡ് എഫക്ട്സിന് നമ്മൾ നാട്രമൂർ കൊടുക്കും. നാട്രമൂർ ഫീവറിന് ഇമ്പോർട്ടൻറ്റ് മെഡിസിനാണ്. എന്ത് ടൈപ്പ് ഓഫ് ഫീവറാണ്? മലേറിയൽ ഫീവേഴ്സ്, അതല്ലെങ്കിൽ സപ്രഷൻ ബൈ ക്യുനൈൻസ്. അതിൻ്റെ വേറെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർമിറ്റൻറ്റ് പരോക്സിസം എസ്പെഷ്യലി അറ്റ് ടൈം ഏതാണ് 10 to 11 AM. പിന്നെന്താണ് ഈ ഫീവറിൻ്റെ മോസ്റ്റ് മാർക്കഡ് ആയിട്ടുള്ള സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ചിൽ സ്റ്റേജ് ആയിരിക്കും. ഈ ചിൽ സ്റ്റേജിൽ അതിൻ്റെ മാർക്കഡ് ആയിട്ടുള്ളത് തേഴ്സ്റ്റാണ്. വളരെ തേഴ്സ്റ്റി ആയിരിക്കും ഡ്യൂറിങ് ചിൽ. ആൻഡ് സ്വെറ്റ് അമലറേറ്റ് ദ പെയിൻസ്. ഹെഡ് ഏക്ക്. പിന്നെ നാട്രമൂറിൻ്റെ എല്ലാ സിംറ്റം അമലറേഷൻ ബൈ പെർസ്പിറേഷനാണ് കേട്ടോ. അമലറേഷൻ ബൈ പെർസ്പിറേഷൻ. സ്വെറ്റ്സ് അമലറേറ്റ്സ് പെയിൻസ്. അപ്പോൾ ഇൻ്റർമിറ്റൻസ് അറ്റ് 10 to 11 AM. മറന്നുപോയത് 10 to 11 AM ഇൻ്റർമിറ്റൻറ്റ്. 10 to 11 AM എംറ്റി ഓൾഗോൺ സെൻസേഷനാണ് സൾഫർ. ദെൻ എക്സിമ. ഞാൻ പറഞ്ഞു എക്സിമ എപ്പോഴും റൂട്ട് ഓഫ് ഹെയറിലാണ്. എക്സിമ റോ, റെഡ്, ഇൻഫ്ലെയിംഡ് എസ്പെഷ്യലി ഇൻ ദ എഡ്ജസ് ഓഫ് ഹെയർ. അഗ്രവേഷൻ ഫ്രം ഈറ്റിംഗ് ടു മച്ച് സോൾട്ട് അറ്റ് സീ ഷോർ ഓർ ഫ്രം ഓഷ്യൻ വോയേജ്. ആ ഒരു ഇത് ഓർക്കുക. നാട്രമൂർ സോൾട്ട്, ഉപ്പ് വെള്ളം എവിടെ ഉണ്ടാവുക? സോൾട്ട് കടലിലാണ്. അപ്പോൾ ഒരു ബീച്ച് സൈഡിലുള്ള എല്ലാ അഗ്രവേഷനാണ് നാട്രമൂർ. സോൾട്ട് അഗ്രവേഷനാണ്, ബീച്ചിൻ്റെ സൈഡ്സ് അഗ്രവേഷനാണ്, യാത്രകൾ അഗ്രവേഷനാണ് എക്സെട്ര. ദെൻ അർട്ടിക്കേരിയ ഇമ്പോർട്ടൻറ്റ് മെഡിസിനാണ്. അർട്ടിക്കേരിയക്ക് ക്യാരക്ടറിസ്റ്റിക് ഉണ്ട്. അർട്ടിക്കേരിയ എസ്പെഷ്യലി ആഫ്റ്റർ എക്സസൈസ്.
അക്യൂവൽ എക്സസൈസ് അക്യൂട്ട് ഓർ ക്രോണിക് ഓർ ഹോൾ ബോഡി എസ്പെഷ്യലി ആഫ്റ്റർ എക്സസൈസ്. വേറെ മെഡിസിൻസ് എപ്പിസ്, കാൽക്കേരിയ, ഹെപ്പാർ, സാനിക്കുല, അർട്ടിക്ക എക്സെട്ര. ഇനി കുറേ റിലേഷൻസ് ഉള്ള മെഡിസിൻസ് ആണ്. കോംപ്ലിമെൻ്ററി ടു എപ്പിസ്, എപ്പീസിന് കോംപ്ലിമെൻ്ററി ആണ്. ആക്ട്സ് വെൽ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഇറ്റ്, ആക്ട്സ് വെൽ ബിഫോർ ആൻഡ് ആഫ്റ്റർ. എപ്പീസ് കോംപ്ലിമെൻ്ററി ആണ്. പിന്നെന്താണ് അതിൻ്റെ ക്രോണിക്, നാട്രമൂർ ഈസ് ദ ക്രോണിക് ഓഫ് ഇഗ്നീഷ്യ വിച്ച് ഈസ് എ വെജിറ്റബിൾ അനലോഗ്. വെജിറ്റബിൾ അനലോഗാണ് ഇഗ്നീഷ്യ. നാട്രമൂർ എന്ന് പറയുന്നത് ഇഗ്നീഷ്യയുടെ വെജിറ്റബിൾ അനലോഗുമാണ്, പിന്നെ അതിൻ്റെ ക്രോണിക്കും കൂടിയാണ്. ആൻഡ് ഇറ്റ് ഈസ് ഫോളോഡ് ബൈ സെപ്പിയ ആൻഡ് ടൂജ. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന സീക്വൻസ് പറയാം. ഇപ്പോൾ എപ്പിസ് കൊടുത്തു, ഷോർട്ട് ആക്ടിങ് എപ്പിസ് കൊടുത്ത് നാട്രമൂർ കൊടുക്കാം. നാട്രമൂർ ഈസ് ഫോളോഡ് ബൈ സെപ്പിയ ആൻഡ് ടൂജ. ഓക്കെ. ഇനിയിപ്പോൾ മൈൻഡിലാണെങ്കിൽ ഇപ്പോൾ ഒരു ഷോക്ക് എന്തെങ്കിലും ഇഗ്നീഷ്യ അക്യൂട്ടായിട്ട് കൊടുക്കുകയാണെങ്കിൽ ക്രോണിക് ആയിട്ട് വരുന്ന മെഡിസിൻ എപ്പോഴും നാട്രമൂർ ആയിരിക്കും. അപ്പോൾ ഇഗ്നീഷ്യ ഈസ് ദ അക്യൂട്ട് ഓഫ് നാട്രമൂർ. ഇനി കുറച്ച് പ്രിക്വേഷൻസ് ഉണ്ട്. കനോട്ട് ഓഫൺ ബി റിപ്പീറ്റഡ് ഇൻ ക്രോണിക് കേസ് വിത്തൗട്ട് ആൻ ഇൻ്റർ കറണ്ട് എന്നാണ് പറഞ്ഞത്. നാട്രമൂർ ഫ്രീക്വൻ്റ്ലി റിപ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെഡിസിൻ അല്ല, വളരെ ഡീപ്പ് ആക്ടിങ് ആയിട്ടുള്ള ഡ്രഗ്സ് ആണ്. ഡീപ്പ് ആക്ടിങ് ആൻറ്റിസോറിക് റെമഡിയാണ്. സോ അങ്ങനത്തെ ഡ്രഗ്സ് ഒരിക്കലും ഫ്രീക്വൻ്റ്ലി ഹയർ പൊട്ടൻസീസ് ഒന്നും റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ആ സമയങ്ങളിൽ മറ്റ് ഡിസീസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ അല്ലെങ്കിൽ അത് സ്റ്റക്കായ സ്റ്റേജ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദേ ഷുഡ് ബി ട്രീറ്റഡ് വിത്ത് ഇൻ്റർ കറൻറ്റ്സ് എന്നാണ് പറയുന്നത്. ഇൻ്റർ കറൻറ്റ് റെമഡീസ് യൂഷ്വലി നോസോൾസ് ആണ് വരുന്നത്. ഇൻ്റർ കറൻറ്റ് കോൾഡ് ഫോർ ബൈ ദ സിംപ്റ്റം. അപ്പോൾ ആ സമയത്ത് ഹെഡ് ഏക്കിൻ്റെ ആണെങ്കിൽ ഹെഡ് ഏക്കിന് ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഇൻ്റർ കറൻറ്റ് റെമഡി കൊടുക്കാം. ദെൻ ഷുഡ് നെവർ ബി ഗിവൺ ഡ്യൂറിങ് ഫീവർ പരോക്സിസം എന്നാണ് പറയുന്നത്. ഫീവറിൻ്റെ പരോക്സിസത്തിൽ കൊടുക്കാൻ പാടില്ല. ഷുഡ് നെവർ ബി ഗിവൺ ഡ്യൂറിങ് ഫീവർ പരോക്സിസം. ദെൻ ഇഫ് വെർട്ടേക്കോ ഹെഡേക്ക്. പിന്നെ വേറെ നാട്രമൂറിൻ്റെ ആക്ഷൻ്റെ വേറെ ഇതാണ്. നാട്രമൂറിൻ്റെ ആക്ഷൻ ഈസ് യൂഷ്വലി ഇൻറ്റൻസിഫൈഡ് ബൈ നെക്സോമിക്ക. അപ്പോൾ ഒരാൾക്ക് നാട്രമൂർ കൊടുത്തു അതിന് നല്ല റിസൾട്ട് കിട്ടി, എന്നാൽ കുറച്ച് സ്ലോ ഒക്കെ. അപ്പോൾ ആ ആക്ഷൻ കുറച്ചും കൂടി ഒന്ന് പവർഫുൾ ആക്കണം. ദാറ്റ് ആക്ഷൻ ഈസ് യൂഷ്വലി ഇൻറ്റൻസിഫൈഡ് വിത്ത് നെക്സോമിക്ക. ഒത്തിരി റിലേഷൻസ് ഉള്ള മെഡിസിനാണ് നാട്രമൂർ. അതുകൊണ്ട് റിലേഷൻ പോർഷനും നന്നായിട്ട് പഠിക്കുക. ലാസ്റ്റ് പോർഷനിലെ വിട്ട് കളയത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമുക്കിതൊന്നും കൂടി റിവൈൻഡ് ചെയ്യാം. നാട്രമൂറിൻ്റെ കീ നോട്ട്സ് റിവൈൻഡ് ചെയ്യാം. ഫസ്റ്റ് സിംറ്റംസിൽ വരുന്നത് മൈൻഡാണ്. മെലങ്കോളി, ഡിപ്രസ്ഡ്, സാഡ്, വീപ്പിംഗ് മൂഡ്, കൺസൊലേഷൻ, അഗ്രവേഷൻ, ഗ്രേറ്റ് ഇമാസിയേഷൻ. ഇമാസിയേഷൻ എന്താണ് ലൂസിങ് ഫ്ലഷ് വൈ ഈറ്റിംഗ് വെൽ. പിന്നെ ഇമാസിയേഷൻ മാർക്ക്ഡ് അറൗണ്ട് ദ നെക്ക് ഈവൻ വൈ ലിവിങ് വെൽ ഷോസ് മോസ്റ്റ് ഇൻ ദ നെക്ക്. ദെൻ അനീമിയ കാക്കക്സിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്രം ലോസ് ഓഫ് ഫ്ലൂയിഡ് ആൻഡ് മെൻ്റൽ ഡിപ്രഷൻസ് വിത്ത് ബേസ്റ്റിംഗ് ഹെഡ് ഏക്ക് എസ്പെഷ്യലി അറ്റ് മെൻസസ് ആൻഡ് സ്കൂൾ ഗോയിങ് ഗേൾസിൻ്റെ ഹെഡ് ഏക്ക് വിത്ത് ഫീലിംഗ് ആസ് ഇഫ് തൗസൻഡ്സ് ഓഫ് ഹാമേഴ്സ്, ലിറ്റിൽ ഹാമേഴ്സ് ആണ് എന്നുള്ള ഫീലിംഗ്. ഹെഡ് ഏക്ക് സണ്ണിന് അഗ്രവേഷനാണ് എക്സെട്ര. ഹെഡ് ഏക്ക് പ്രിസീഡഡ് ബൈ ബ്ലൈൻഡ്നെസ്. പിന്നെ അതിൻ്റെ ഡാസ്ലിംഗ് ലൈറ്റ്, സിഗ്സാഗ് ഡാസ്ലിംഗ് ലൈറ്റ്, ഇതൊക്കെ നാട്രമൂറിൻ്റെ ഹെഡ് ഏക്കാണ്. ഹെഡ് ഏക്ക് ഡ്യൂറിങ് മെൻസസ്. ദെൻ നെക്സ്റ്റ് ഗ്രേറ്റ് ഡ്രൈനെസ് ഓഫ് മ്യൂക്കസ് മെംബ്രെയിൻ. ഗ്രേറ്റ് തേഴ്സ്റ്റ് ആണ് കേട്ടോ. ഗ്രേറ്റ് തേഴ്സ്റ്റ് മെംബ്രെയിൻ ഓഫ് ഫ്രം ലിപ്സ് ടു ഏനസ്. ലിപ്സ് ഡ്രൈ ആൻഡ് ക്രാക്ക്ഡ് എസ്പെഷ്യലി ഇൻ ദ മിഡിൽ ഓഫ് ദ ലിപ്സ് ക്രാക്ക്ഡ് ആണ് നാട്രമൂർ. ആൻഡ് ഏനസ് ഡ്രൈ, ക്രാക്ക്ഡ്, ഫിഷേഴ്സ് ആൻഡ് കോൺസ്റ്റിപ്പേഷൻ. അപ്പോൾ ഇത് ഇങ്ങനെ ഡ്രൈ ഏനസ് കൺട്രാക്റ്റഡ് പോലെ ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ ടോൺ, എന്നിട്ട് ബ്ലീഡ് ചെയ്യുക, സ്റ്റൂൾ കഴിഞ്ഞിട്ട് ഒത്തിരി നേരം പെയിൻ ഉണ്ടാവുക, കോൺസ്റ്റിപ്പേഷൻ. ആൻഡ് ദ സ്റ്റൂൾ ക്രംബിൾസ് അറ്റ് ദ വെർജ് ഓഫ് ആനസ്. Then heart palpitation and fluttering of the heart and heart pulsation shakes the whole body എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹോൾ ബോഡി അഗ്രവേഷൻ. ലൈയിങ് ഓൺ ലെഫ്റ്റ് സൈഡ് അഗ്രവേഷൻ ആണ്. ബ്രയോണി ആണെങ്കിൽ ലൈയിങ് ഓൺ അഫക്റ്റഡ് സൈഡ് അമിലറേഷൻ ആണ്. വേറെ അഫക്റ്റഡ് സൈഡ് അഗ്രവേഷൻ വരുന്ന വേറെ മെഡിസിൻ കാലികാർബാണ്. ബ്രയോണിയുടെ പോലെ തന്നെയുള്ള സ്റ്റിച്ചിങ് ടൈപ്പ് ഓഫ് പെയിൻ ആണ്. പക്ഷേ ബ്രയോണിയ ഈസ് അമിലറേറ്റഡ് ബൈ ലൈയിങ് ഓൺ അഫക്റ്റഡ് സൈഡ് ആണ്. പക്ഷേ കാലികാർബ് ഈസ് അഗ്രവേറ്റഡ് ബൈ ലൈയിങ് ഓൺ അഫക്റ്റഡ് സൈഡ്. ഇവിടെ ലൈയിങ് ഓൺ അഫക്റ്റഡ് സൈഡ് അല്ല, ലൈയിങ് ഓൺ ലെഫ്റ്റ് സൈഡ് ആണ് പറഞ്ഞിരിക്കുന്നത്. സിംറ്റം. നെക്സ്റ്റ് സിംറ്റം ഇച്ചിങ് ഇറപ്ഷൻസ് എങ്ങനെയായിരുന്നു? യൂഷ്വലി അറൗണ്ട് ദ മാർജിൻ, റൂട്ട് ഓഫ് ഹെയറിലൊക്കെ ആയിരിക്കും. മാർജിൻസ് ഓഫ് ദ ഹെയർ. ദെൻ മൊഡാലിറ്റീസ് 10 to 11 AM. മെയിൻ കംപ്ലയിൻറ്റ് അതിൻ്റെ ഇൻ്റർമിറ്റൻറ്റ് ഫീവറിൻ്റെ ആണ് പറഞ്ഞിരിക്കുന്നത്. ഫീവറിൻ്റെത് 10 to 11 AM. Then especially malarial affections, lying down aggravation. Then especially on left side aggravation. Left sided ആണ് മൈഗ്രെയിനും പറഞ്ഞത്. ലെഫ്റ്റ് സൈഡഡ് റെമഡിയാണ്. നാട്രമൂർ ഈസ് ലെഫ്റ്റ് സൈഡഡ്. Then heat of sun aggravation, heat in general aggravation and abuse of quinine and relieved by sweat. Perspiration amelioration ആണ്. ഹീറ്റുള്ള ആൾക്ക് പെട്ടെന്ന് തന്നെ നല്ല ചൂടുണ്ടാകുമ്പോൾ പെട്ടെന്നൊന്ന് വേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ബോഡിയിൽ നിന്ന് തണുക്കും. അപ്പോൾ അവർക്ക് പെർസ്പിറേഷൻ അമിലറേഷനാണ്. ആൻഡ് ആർ റിലീവ്ഡ് ബൈ സ്വെറ്റ്. ദെൻ ടങ് പറഞ്ഞു. മാപ്ഡ് ടങ് ആണ്. മാപ്ഡ് ടങ് അല്ലെങ്കിൽ ജോഗ്രഫിക്കൽ ടങ് വിത്ത് റെഡ് ഇൻസുലാർ പാച്ചസ്. ഡ്രൈ ടങ് ആണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് സ്പീച്ച് കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. മാപ്ഡ് വിത്ത് റെഡ് ഇൻസുലാർ പാച്ചസ്.
പിന്നെ ഫീവർ ബ്ലിസ്റ്റേഴ്സ് ഞാൻ പറഞ്ഞു, ലിപ്സിൻ്റെ അടുത്ത് ലിപ്സിലുണ്ട്, ലിപ്സിൽ ക്രാപ്പിൻ്റെ ലോവർ ലിപ്പും ഉണ്ട്, അതേപോലെ ഫീവർ ബ്ലിസ്റ്റേഴ്സ്. ഫോർ ബാഡ് എഫക്ട്സ് ഓഫ് ആങ്കർ, പിന്നെ ബാഡ് എഫക്ട്സ് ഓഫ് കോട്ടറൈസേഷൻ, എന്തെങ്കിലും കോട്ടറൈസേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നൈട്രേറ്റ്സ് ഓഫ് സിൽവർ ആൻഡ് ടു മച്ച് സാൾട്ട്, ക്രേവ് സാൾട്ട് ആൻഡ് സോൾട്ടി തിങ്സ് ആൻഡ് ഈവൻ ബിറ്റർ തിങ്സും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. അത് ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം. Then hang nails, skin around the nail dry and cracked and is very painful. Herpes around the anus and in border of the hair. പിന്നെ വരുന്നത് വാട്സ് ഓൺ പാംസ് ഇമ്പോർട്ടൻറ്റ് മെഡിസിനാണ്. നാട്രം മൂറ്, നാട്രം കാർബ്, ഡൽക്യാമറയ്ക്ക് ഞാൻ പറഞ്ഞു ഡോർസത്തിലാണ് വരുന്നത്. സോഫ്റ്റ് ടച്ച് നാട്രം കാർബാണ്. അഗ്രവേഷൻ 10 to 11 AM അറ്റ് ദ സീ ഷോർ, സീ എയർ, ഹീറ്റ് ഓഫ് സൺ ഓർ സ്റ്റൗ. പിന്നെ മെൻ്റൽ എക്സേഷൻ അഗ്രവേഷനാണ് നാട്രം മൂറിന്. ടോക്കിംഗ്, റൈറ്റിംഗ്, റീഡിംഗ്, ലൈങ് ഡൗൺ എല്ലാം അഗ്രവേഷനാണ്. അമിലറേഷൻ ഇൻ ദ ഓപ്പൺ എയർ, എപ്പീസും പൾസാറ്റിലിനെ പോലെയാണ് അമിലറേഷൻ ഇൻ ദ ഓപ്പൺ എയർ. പക്ഷേ പൾസാറ്റില കൺസുലേഷൻ അമിലറേഷനാണ്, നാട്രം മൂറ് കൺസുലേഷൻ അഗ്രവേഷനാണ്. ദെൻ കോൾഡ് ബാത്തിങ് അമിലറേഷനാണ്. ഗോയിങ് വിത്തൗട്ട് റെഗുലർ മീൽസ്, ഒരു ഫുഡ് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഓക്കെയാണ്. ഗോയിങ് വിത്തൗട്ട് റെഗുലർ മീൻസ് ലൈയിങ് ഓൺ റൈറ്റ് സൈഡ്, ലൈയിങ് ഓൺ ലെഫ്റ്റ് സൈഡാണ് അമിലറേഷൻ. അപ്പോൾ ലൈയിങ് ഓൺ ലെഫ്റ്റ് സൈഡ് അഗ്രവേഷനാണ്, ലൈയിങ് ഓൺ റൈറ്റ് സൈഡ് അവർക്ക് അമിലറേഷനാണ്. നമ്മൾ കമ്പാരിസൺ പറഞ്ഞതാണ്. ലൈയിങ് ഓൺ പെയിൻഫുൾ സൈഡ് അഗ്രവേഷൻ ബ്രയോണിയ, ഇഗ്നേഷ്യ, പൾസാറ്റില. അപ്പുറത്ത് വരുന്നതാണ് ഹെപ്പാർ, കാലിക്കാർപ്പ് എക്സെട്ര. താങ്ക് യു.